ഹായ് ഹലോ ഫ്രണ്ട്സ്. നമ്മുടെ നാട്ടിൽ അയ്യപ്പൻ കഞ്ഞിയുടെ കൂടെ ഒരു കൂട്ടുകറി കിട്ടാറില്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അസ്ത്രം എന്നാണ് പറയാറ്. ആ സമയത്ത് നമുക്ക് മണ്ണിൻ്റെ അടിയിൽ കിട്ടാറുള്ള എല്ലാ തരം കിഴങ്ങുവർഗ്ഗങ്ങളും കിട്ടും. അതെല്ലാം കൂടെ ചേർത്ത് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കറിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചേന, ചേമ്പ്, കാച്ചിൽ, വാഴയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വെള്ളം എല്ലാം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കുക. ഇനി അതിലേക്ക് തേങ്ങ അരയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരല്പം ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇതിനിടയ്ക്ക് ഞാൻ അപ്പുറത്തൊന്ന് കറങ്ങി വന്നപ്പോഴത്തേനും സ്റ്റൗവിലിരുന്ന പാത്രം അമ്മ ദാ എടുത്ത് അടുപ്പത്ത് വെച്ചിരിക്കുന്നു. എന്തെങ്കിലും ആട്ടെന്ന് കരുതി ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. തൊട്ടപ്പുറത്ത് അടുപ്പിൽ തന്നെ നമുക്ക് കുടിക്കാനുള്ള കഞ്ഞിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി കഞ്ഞിയും കൂട്ടുമൊക്കെ കുടിച്ചിട്ട്. അങ്ങനെ നമ്മുടെ കറി ദാണ്ടെ ഏകദേശം വെന്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരല്പം വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. പിന്നീട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് വറുത്തെടുത്ത് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓഹ്, നല്ല മണം! എന്ത് സ്വാദാണെന്നറിയാമോ? അങ്ങനെ നമ്മുടെ കഞ്ഞിസാറും കൂട്ടുകറിയും റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനൊരു അല്പം ഇലിമ്പിപ്പുളി എടുത്തിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.